കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 31 മാറ്റി. സംഭവത്തിൽ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേസിലെ ഒന്നാം പ്രതിയായ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ഇപ്പോൾ ഈ കോടതി ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 31 മാറ്റിയിരിക്കുകയാണ്. ഇയാളെ ഈ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച കുറ്റത്തിന് പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശരത് ലാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചത്? ടോമോ, ഇദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നെന്നാണ് നമുക്ക് ഇന്നത്തെ കോടതി നടപടിയിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. കേസിൽ 5ാമത്തെ പ്രതിയായാണ് ശരത് ലാലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായ കൃത്യവിലോപമാണ് ശരത് ലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ നിന്നും ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് ആദ്യഘട്ടത്തിൽ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ ദുർബലമായ വകുപ്പുകളായിരുന്നു ഈ പ്രതിക്കെതിരെ ചുമത്തിയത്. ഇത് വിവാദമായി മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് പെൺകുട്ടി കുറച്ചുകൂടി വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുകയും പോലീസിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ, ഒപ്പം ഈ സ്ത്രീ പീഡന കേസും ഈ പ്രതിക്കെതിരെ ചുമത്തുന്നതിനുള്ള ആലോചനകൾ തുടങ്ങി. ഈ ഘട്ടത്തിൽ തന്നെ ഇത് രാഹുലിന് ചോർത്തി നൽകി എന്നാണ് ഈ ശരത് ലാലിനെതിരെ ആരോപണം. രാഹുലിന്റെ സുഹൃത്തായ രാജേഷ് ശരത് ലാലും സുഹൃത്തുക്കളാണ്. ഈ പരിചയം വെച്ചാണ് ഇത്തരമൊരു അറിയിപ്പ് നൽകിയത്. ഈ അറിയിപ്പ് കൃത്യമായി കിട്ടിയതിനെ തുടർന്ന് കേസിന്റെ ചരടുകൾ മുറുകും മുമ്പ് ഈ രാഹുലിന് ബംഗളൂരുവിലേക്ക് കടക്കാനും അവിടെ നിന്നും പിന്നീട് സിംഗപ്പൂരിലേക്കും ജർമ്മനിയിലേക്കും പോകാനുമുള്ള ഒരു അവസരമൊരുങ്ങി. എന്തായാലും അതിന്റെ കൃത്യമായ ഒരു ഉത്തരവാദിത്തം ഈ ശരത് ലാലിനാണ് എന്ന് തന്നെ പോലീസ് കണക്കാക്കുന്നു. ശരത് ലാലിന്റെ CDR, അതായത് കോൾ വിശദാംശങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 5ാം പ്രതിയായി ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ ന്യായമായും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടുന്ന നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ തെളിവുകളാണ് ഈ പ്രതിക്കെതിരെ ഉള്ളത്, എത്രമാത്രം ഗുരുതരമാണ് ഈ ശരത് ലാലിനെതിരായ കുറ്റം എന്നീ കാര്യങ്ങളൊക്കെ പോലീസ് റിപ്പോർട്ടിൽ. അനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതനുസരിച്ച് നേരത്തെ ശരത് ലാൽ മാത്രമായിരുന്നു ഈ ഗാർഹിക പീഡന കേസിലെ പ്രതി. 5ാം പ്രതിയായി ശരത് ലാൽ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2, 3, 4 പ്രതികൾ, ഈ കേസിലെ പ്രതികൾ ആരൊക്കെയായിരിക്കും? ഇതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാജേഷ് ആണ് ഇതിൽ ഏറ്റവും പ്രധാന പ്രതിയായി വന്നിരിക്കുന്നത്. ഒപ്പം ഈ 3ഉം 4ഉം പ്രതികളായി രാഹുലിന്റെ അമ്മയും സഹോദരിയും ഉണ്ട്. ഈ സഹോദരിയും അമ്മയും കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും ചോദ്യം ചെയ്യുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവര് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിനും സാധിച്ചിട്ടില്ല. ഇവരുടെ മൊഴിയെടുക്കുന്നതിനായി നേരത്തെ പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും ഈ നോട്ടീസിന്റെ പ്രകാരമുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഇനി അവരിലേക്ക് നീങ്ങാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ ശരത് ലാലിന്റെ മാതൃകയിൽ തന്നെ മുൻകൂർ ജാമ്യ ഹർജി ശരത്തിന്റെ അമ്മയും സഹോദരിയും നൽകിയിരുന്നു. പക്ഷെ അത് 27 പരിഗണിക്കാൻ മാറ്റുകയാണ്. പോലീസ് വിശദമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു. കാരണം അമ്മയുടെയും സഹോദരിയുടെയും വാദം ഈ കേസിലെ ആദ്യ പരാതി ഉയർന്നപ്പോൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ അന്നത്തെ പരാതിയിൽ ഈ പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അമ്മയും സഹോദരിയും ചേർന്ന് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇവർ സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നീ കാര്യങ്ങളൊന്നും ചേർത്തിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളുമായുള്ള വെളിപ്പെടുത്തൽ അടക്കമുള്ളവയിലാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിനെതിരെ തിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞാണ് കോടതിയിൽ അവർ വാദിച്ചത്. കഴിഞ്ഞ ദിവസം ഈ രാഹുലിനെ കിട്ടാത്തതിന്റെ ജാള്യത മറിക്കാൻ അമ്മയും സഹോദരിയും അറസ്റ്റ് ചെയ്ത് സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം നടത്തുന്നുവെന്ന ഒരു ആരോപണമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം ഇന്നലെ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി പോലീസ് കോഴിക്കോട് രേഖപ്പെടുത്തി. ആ മൊഴിയിൽ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഈ കുടുംബത്തിനെതിരായ അമ്മയ്ക്ക് സഹോദരിക്കുമെതിരായ വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ അധിക വൈകാതെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ടോം, വ്യക്തമാണ്. കോഴിക്കോട് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിലേക്ക് വരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, കേസിലെ 5ാം പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാൽ നൽകിയ
മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 31-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടൊപ്പം മുഖ്യപ്രതി രാഹുലിന്റെ നാട്ടിലെത്തിക്കാനുള്ള നീക്കവും പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.